അസ്സലാമലൈക്കും. ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സിമ്പിൾ ടൈപ്പ് മെറ്റീരിയലാണ്. ഒരു അടിപൊളി സിമ്പിൾ ക്രൈപ്പ് അല്ല, മറ്റേ ഷിമ്മർ ടൈപ്പ് മെറ്റീരിയലാണ്. ഭയങ്കരമായിട്ട് പൊന്തിക്കുന്ന പാറ്റേൺ, നല്ല ഷിമ്മറിന്റെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. കാണുമ്പോൾ നല്ല വൃത്തിയുള്ള പാറ്റേൺ. ചെറിയ പ്രൈസ് ഇതിനുള്ളൂ, 1100 രൂപ, അതായത് 1095 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. വെറും 1095 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. സിമ്പിൾ സ്റ്റാൻഡേർഡ് സാധനം, ചെറിയൊരു ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ 4 കളർ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ 4 കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് വേണം, അതൊക്കെ ചോദിക്കണം. എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യും. സാധനം അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്, അപ്പം മറക്കണ്ട. ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണ്ട്. ഒരാളെ ഞാൻ നിർബന്ധിക്കൂല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ്. ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ട്. ചെയ്യേ വേണ്ട, നിങ്ങളെ മടി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആ മടിനെ ഞാൻ തൊടണില്ല, അതിനെ ഇളക്കണില്ല, അതിനവിടെ തന്നെ ഒന്നുപോലെ കൊണ്ടുകൊടുക്കാൻ മടിനെ. ഓക്കെ, ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടോ വേറെ ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേറെ പുതിയ കൂലി കിട്ടാനോ അത് പോണില്ല. കറാഹത്തായ കാര്യം പോലെയാണ് ചെയ്താൽ കൂലിയോ ചെയ്താൽ വിഷയമില്ലാത്തൊരു സംഭവമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ മറക്കണ, ഇതാണ് ഇപ്പൊ ഈ 4 പീസ് വരാൻ പോണത്. 1095 രൂപയാണ്. പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അടി കൊടുത്തിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഇഷ്ടപ്പെടുന്ന പീസ് നിങ്ങൾ ഇത് അതുപോലെ നിങ്ങൾ കാണിച്ചു തരുമ്പോൾ സ്ക്രീൻഷോട്ട് കൊണ്ട് എടുക്കുക. എന്നിട്ട് അടി കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു തന്നാൽ മതി. 1095 രൂപയുടെ പേസ്റ്റൽ ഷെയ്ഡ് ലാവൻഡർ കളറാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് അത്യാവശ്യം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ ഇടുന്ന പാറ്റേൺ, ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ്. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത്, വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല തൃപ്തിയിൽ വാഷ് ചെയ്യുക, നല്ല സിമ്പിൾ ആയിട്ട് വാഷ് ചെയ്യാൻ നോക്കുക. വാഷിംഗ് മെഷീനോ കല്ലുമ്പലൊന്നും കൊണ്ടുപോയിട്ട് അടിക്കാനോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കറക്കാനോ നിൽക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള ഡ്രസ്സാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വയസ്സുണ്ടാക്കി നമ്മൾ മേടിക്കുന്ന സാധനങ്ങളാണ്. കഷ്ടപ്പെട്ട് വെയിലത്തും പുറത്തെ ഗൾഫത്തൊക്കെ ചൂടും അറിയണമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം എത്രത്തോളം ചൂടിന്റെ ഭർത്താവ് എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ വസ്ത്രങ്ങളായാലും നമ്മുടെ സാധനങ്ങളായാലും ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത ഉണ്ടാവുക എല്ലാ കാര്യത്തിലും. ഓക്കെ, ഇൻഷാല്ലാ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. ആരട്ടപ്പൻ ഇതൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിക്കണവരുണ്ടെങ്കിൽ നിങ്ങളെന്താണോ നശിപ്പിച്ച് ജീവിച്ചിട്ട് നടന്നോളി, ഒരു വിഷയമില്ല. അതിലും ഞാൻ ഇടപെടുന്നില്ല. നമ്മ പറയാനുള്ള കാര്യം പറഞ്ഞു മാത്രം. ഇതതിന്റെ പാന്റ് കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ ഇതിന്റെ കുറച്ച് ഡാർക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. ലൈനിങ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറുതായിട്ട് വെച്ചാൽ ടോപ്പിനുള്ള ലൈനിങ് ഉണ്ടാവും, സ്ലീവിനുള്ള ലൈനിങ് ഉണ്ടാവില്ല എന്ന് മാത്രം. ഓക്കെ, ഇനി വരുന്നത് അതിന്റെ ഷോളാണ് വരുന്നത്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ടൈപ്പ് ഷോളാണ് വരുന്നത്. വൺ സൈഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്രയും വർക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റേ സൈഡിൽ നമ്മൾ സ്കാലപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2 സൈഡിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. തിരിഞ്ഞാ സെറ്റായില്ലേ? അങ്ങനെ തിരിയണം. നല്ല വൃത്തിയുള്ള അടിപൊളി സാധനങ്ങളാണ് മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ എടുത്ത ആൾക്കാരൊക്കെ നമ്മൾ ഈ അടുത്ത് തൃശ്ശൂർ ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ നല്ലോണം പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കൊണ്ട് വന്ന് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും ഭയങ്കര തൃപ്തിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും തൃപ്തികേട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഷോപ്പിൽ വരിക, നോക്കുക, ഇഷ്ടപ്പെട്ടെടുക്കുക. അങ്ങനെയാണ്. ഒന്നെടുത്താൽ വന്നാൽ നിങ്ങൾ എന്തായാലും ഒരെണ്ണം കൂടി എടുത്തിട്ട് നിങ്ങൾ പോകുള്ളൂ. അത്രയും രസമുള്ള സാധനങ്ങളാണ്. നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ്. എടപ്പാളിനൊക്കെ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. നല്ല മാഷാഅല്ലാ, നല്ല ടീം എന്ന് പറഞ്ഞാൽ നല്ല ടീം, അടിപൊളി. നമുക്ക് ഓരോരുത്തരുടെ ഇതാണ്. പിന്നെ നമ്മൾ ആ ഉപ്പുമുളക് ലൈറ്റ് ചേച്ചിന്റെ അല്ലേ, ചേച്ചിയും മക്കളും ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ. നല്ല സ്നേഹമുള്ള കസ്റ്റമർ, അടിപൊളി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അടിപൊളി കസ്റ്റമർ. പൊന്നൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, ഉപ്പുമുളക് ലൈറ്റ് പൊന്നൂസ് എന്നൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമറാണ്. ചില ആൾക്കാരുള്ള ധാരണ അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അവരുടെ നമ്മളൊരാളുടെ നമ്മളെ മുന്നിൽ വന്നിരുന്ന അയാൾ നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളുള്ളൂ. ഇത്ര ഉള്ളു ഇവര്, ഇത്രയും സിമ്പിളാണ് ഇവര് എന്നുള്ളത് തോന്നുള്ളൂ. കാണുമ്പോൾ അവർ ഭയങ്കര ചാടാണ് അങ്ങനെ എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. കമന്റ്സ് ബോക്സിലൊക്കെ അങ്ങനത്തെ ആണ്. പക്ഷെ അത് അതിന്റെ ആവശ്യമില്ല. നമ്മളൊരാളെ കുറിച്ചിട്ട് അറിയാതെ ഒരാളെന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ ബോട്ടം വരും, നല്ല സിമ്പിൾ ബോട്ടം, നല്ല രസമുള്ള അടിപൊളി ബോട്ടം. സൂപ്പർ സാധനം, നല്ല രസമുള്ള അടിപൊളി പീസ്, നല്ല അടിപൊളി നല്ല വൃത്തിയിൽ ഇടാൻ പറ്റുന്ന അടിപൊളി പാറ്റേൺ ആണ് വരുന്നത്. നല്ല രസമുള്ള അടിപൊളി കളറും നല്ല കളറാണ്. ഒരു ബ്രൗൺ ഷെയ്ഡ് മിക്സിലാണ് ഇതിന്റെ കളർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1095 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ബ്ലൂ കളറാണ്. അതായത് പീകോക്ക് ബ്ലൂവിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. സിമ്പിൾ കളറാണ്, നല്ല രസമുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് കളറാണ് വരുന്നത്. നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും, നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ്. അറിയില്ല,
സ്ലീവ് ഒക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അടിക്കട്ടെ. ഓവറായിട്ട് ലെങ്ത് ഉണ്ടാവില്ല, കാരണം ഓവർ ലെങ്ത് ഇട്ട് അടിച്ചത് വലിയ ഭംഗി കിട്ടൂല. നമുക്കിപ്പോൾ 45-ലൊക്കെ മുട്ടിന്റെ ലെവൽ കൊടുക്കാൻ അടിക്കാം. ഞാൻ അതെല്ലാം മുട്ടിന്റെ മേലൊന്ന് കയറിന്നാലും കുഴപ്പമില്ല, അതൊക്കെ നല്ല വൃത്തിയാണ്. ഞാൻ അതെല്ലാം മുട്ടിന്റെ അടിയിലേക്ക് കാഫിന്റെ അടിയിലേക്ക് ഇറങ്ങരുത്, കാഫിന്റെ മേലെ തന്നെ നിൽക്കണം, അപ്പോഴാണ് ഒരു ഭംഗി വരുന്നത്. പാന്റ് എന്ത് ചെയ്യുക, കുറച്ച് പെലാസോ പോലെ അടിച്ചെടുക്കും. ഓവർ പെലാസോ അല്ല, സെമി പെലാസോ അടിച്ചെടുക്കുക. പാരലിൽ വേണ്ടാന്ന് അർത്ഥം. അത് നിങ്ങളുടെ ഇഷ്ടം. പാരൽ അടിക്കണം കാണിച്ചോ, ഇനി അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇതാക്കാൻ കണ്ട ഇച്ചാരണ്ട പറയാൻ നോക്കണ്ട, ഞാൻ പറയും അതിന്റെ കാര്യം ഞാൻ പറയും. ഇതാ അറിയില്ലേ, ഷോൾ ഉണ്ടില്ലേ, നല്ല വൃത്തിയുള്ള കിട്ടില്ല ഷോൾ, നല്ല ഭംഗി ഉണ്ടാവും, നല്ല വൃത്തി ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഉണ്ടാവും. കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഒരു 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 പുതുമ ഫീൽ ചെയ്യും. നമുക്കൊരു പറയില്ലേ, ഭയങ്കര സിമ്പിൾ, ഒരു കുളികൾക്ക് അറിയില്ല നമ്മള് ആ സാധനം ഫീൽ ചെയ്യുന്നത്. ഇനി വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്, പേസ്റ്റൽ ഷെയ്ഡ് ഗ്രീൻ ആണ് വരുന്നത്. ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽ, അതാണ് ഷിമ്മറിന്റെ ഭയങ്കര സിമ്പിൾ മെറ്റീരിയൽ. അത് കൊഞ്ഞിട്ട് കിടക്കും. ചില ആൾക്കാരുടെ ധാരണ ഷിമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊന്തിക്കുന്ന പാറ്റേൺ ആണ്. അങ്ങനെ ഒരു കുന്തോ അല്ല ഷിമ്മർ എന്ന് പറഞ്ഞത്. സിമ്പിൾ ഒതുങ്ങി കിടക്കുന്ന പാറ്റേണാണ്. തടയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പേടിയാണ്, ഞാനത് ഇട്ട് കഴിഞ്ഞാൽ നിക്കത് ഭംഗി ഉണ്ടാവോ, നിക്ക പൊന്തിക്കോ. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് തടിച്ചോണ്ടിരിക്കുള്ളൂ. ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഇടാന്ന് ശ്രമിക്കുക. നമ്മൾ ഒരു മനസ്സിനൊരു കോൺഫിഡന്റ് കൊടുക്കുക, ഒരു ധൈര്യം കൊടുക്കുക, ഒരു എന്താ പറയാ, ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് എന്ത് ഇതിനാണ് നിങ്ങൾ ജീവിക്കണേ. പിന്നെ നേരാകുമ്പോ ചായ കുടിക്കാനോ, നേരാകുമ്പോ ചോറ് കഴിക്കാനോ, ഉറക്കം വരുമ്പോ ഉറങ്ങാനോ, നല്ല ലൈഫ് ഇട്ട മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അതായത് മറ്റുള്ളവർക്ക് ജീവിച്ചിട്ട് നമ്മൾ മറന്ന ഇഷ്ടങ്ങളുണ്ട്. അതൊക്കെ ഒന്നുകൊണ്ട് എടുത്തോണ്ടി ഇങ്ങനെ നിരങ്ങി കേടാൻ പാന്റ് ഇതേ ഡാർക്ക് ഗ്രീൻ ആണ് ഇതിന്റെ ബോട്ടം നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾക്ക്, ഞാൻ അങ്ങനെ പറയുമ്പോൾ ദേഷ്യപ്പെടണ്ട കേട്ടോ. നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ ഉഷാറാവണം, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള പീസൊക്കെ ഇട്ട് കല്യാണത്തിനൊക്കെ പോയി ഒരു സന്തോഷം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ പോയി നമ്മൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പാടെ കൊത്തിരുന്ന് സംസാരിച്ച് വരുമ്പോൾ ഭയങ്കര എനർജിയാണ്. നമ്മൾ ഭയങ്കര മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മകളിലേക്ക് വരും ഇല്ലേ. അങ്ങനെയൊക്കെ വേണം. അത് ആ ഒരു സന്തോഷത്തിന് തരുന്നതാണത്. അപ്പൊ ആ സന്തോഷത്തിൽ തന്നെ എപ്പോഴും ഇരിക്കണല്ലോ നല്ലത്, അല്ലേ. അങ്ങനെ ഇരിക്കുക. നല്ല സാധനങ്ങളാണ്, നല്ല അടിപൊളി ഡ്രസ്സുകളാണ്. എപ്പോഴും പുതുമ തോന്നുന്ന ഒരു പാറ്റേൺ ആണ് ഡ്രസ്സുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഞാൻ എപ്പോഴും പറയണ പോലെ സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷ്മത ഇല്ലെങ്കിൽ പുതുമ പോയിട്ട് പെരുമ പോലും ഉണ്ടാവില്ല നിങ്ങൾക്ക്, അത്രയും കൊളാവും. ഓക്കെ, അപ്പൊ ഇനി മറക്കണ്ട, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ. ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം പിടിപ്പിക്കണില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നപ്പോൾ പുതിയ മോഡലായിട്ട് കാണാം. ഇൻഷാല്ലാ ബൈ.